ഏസർ ലാപ്ടോപ്പാണ്. ഇതിൽ ചാർജ് കയറുന്നില്ല. ബാറ്ററിയുടെ ആണോ കംപ്ലയിൻറ്റ്, അത് മദർ ബോർഡിലുള്ള കംപ്ലയിൻ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏസറിൻ്റെ ഒറിജിനൽ ബാറ്ററിയാണ് എടുത്തേക്കുന്നത് ചെക്ക് ചെയ്യാനായിട്ട്. ഇതിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ബാറ്ററിമേ ഇൻഡു ഇട്ടിട്ട് പ്ലഗ്ഡ് ഇൻ ചാർജിങ് എന്ന് കാണിക്കുന്നുണ്ട്, ചില സമയത്ത് നോട്ട് ചാർജിങ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതാണ് കംപ്ലയിൻറ്റ്. ഇപ്പോൾ നമ്മൾ ഓൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ ബാറ്ററി ഇട്ടിട്ട് ചെക്ക് ചെയ്യാം. ഒറിജിനൽ ബാറ്ററി തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ ലാപ്ടോപ്പിൻ്റെ സകല സ്ക്രൂകൾ നമ്മൾ ഊരിയിട്ട് ലാപ്ടോപ്പ് സൈഡിൽ നിന്ന് നമ്മൾ ടൂൾ വെച്ചിട്ട് തിക്കി ലാപ്ടോപ്പിൻ്റെ ബാക്കിലത്തെ ബോട്ടം കേസ് നമ്മൾ ഓപ്പൺ ചെയ്യുക കേട്ടോ. അത് ഞാനിപ്പോൾ സ്ക്രൂകളെല്ലാം തന്നെ ഊരുന്നുണ്ട്. ബോട്ടം കേസ് ഓപ്പൺ ചെയ്ത് അവിടെ ഒരു ശ്രദ്ധിക്കണം, അവിടെ സ്പീക്കറിൻ്റെ കണക്ഷൻ ഈ ലാപ്പിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വലിച്ച് ഊരിയെടുത്ത് കേബിൾ ഊരിയിട്ട് വേണം ഊരാനായിട്ട്. ഇപ്പോൾ ഇതാണ് പുതിയ ബാറ്ററി എൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ ബാറ്ററിയുടെ കണക്ഷൻ നമ്മൾ ഊരിയിട്ടുണ്ട്. അതല്ലേ, ബാറ്ററി മാറ്റി വെച്ചു. ഇതിൽ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബാക്കിലത്തെ ആ ബോട്ടം കേസുമേയും പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ ബാറ്ററി ഇതാണ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. കറക്റ്റ് അതിന് ഇരിക്കാനുള്ള കറക്റ്റ് സ്പേസാണ് അവിടെ ഉണ്ടാവുക. അതിൻ്റെ കണക്ഷൻ നമ്മൾ പുതിയ ബാറ്ററിയിൽ കൊടുക്കുന്നുണ്ട്. ബോർഡ് ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്തു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഹാർഡായിട്ടുള്ളത് യൂസ് ചെയ്യരുത്. പിന്നെ അതിൻ്റെ കേസിങ്ങും പൊടിയുണ്ട്. അപ്പോൾ അതും ക്ലീൻ ചെയ്തിട്ട് അടയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പീക്കറിൻ്റെ കണക്ഷൻ കണക്ട് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നമ്മൾ അടച്ചിട്ട് ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യലല്ലേ, അപ്പോൾ ഫുള്ള് സ്ക്രൂ ഇട്ടോളണമെന്നില്ല. പക്ഷേ ഹിഞ്ചുമ്പത്തെ സ്ക്രൂ എന്തായാലും ഇടണം കേട്ടോ നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ തുടക്കുമ്പോഴേ ഹിഞ്ച് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഹിഞ്ചുമ്പത്തെ സ്ക്രൂ ഒക്കെ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓണാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ട് ബാറ്ററി ഇട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത് ചാർജിങ് സെക്ഷൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ, ബാറ്ററിയുടെ അല്ല.